നെറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റിൻ്റെ കോച്ചിങ് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ജനറൽ പേപ്പർ I+ നിന്ന് തന്നെയാണ്. അലൻ സാറിൻ്റെ ആ സമയത്ത് ഒരു ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഫസ്റ്റ് ഗൂഗിൾ മീറ്റ് ക്ലാസ് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അത് നന്നായിട്ട് എടുത്തു കൊടുത്തു. അത് ഒരു ട്രിപ്പിന് പോയിട്ട് ഒരു രാത്രിയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രത്തോളം നമ്മൾ ആക്റ്റീവ് ആവും. എവിടെയാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കുട്ടികൾ, അതിൽ പ്രത്യേക ഒരുത്തൻ്റെ പേര് ഞാൻ എടുത്തു പറയാണ്, ജസീർ എന്ന് പറഞ്ഞ ഒരു കുട്ടി പ്രത്യേകം പറഞ്ഞു, സാറ് പേടിക്കേ വേണ്ട, സാറിന് ഈ പ്രാവശ്യം എന്തായാലും പാസ്സാവും. എന്ത് എക്സാമാണെന്നൊന്നും പുള്ളിക്ക് അറിയില്ല, എന്തായാലും പാസ്സാവും, സാർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, പാസ്സാവും. വിചാരിക്കുന്നത് എനിക്ക് നെറ്റ് മാത്രമാണ് ആഗ്രഹിക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നത്. ബട്ട് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതിന് വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഹായ് എവരിവൺ, നമ്മൾ ഇന്നുള്ളത് മുഹമ്മദ് അബൂബക്കറിൻ്റെ കൂടെയാണ്. 2025 ഡിസംബർ സൈക്കിൾ നെറ്റ് എക്സാമിൽ കൊമേഴ്സ് സബ്ജക്റ്റിൽ JRF ക്വാളിഫൈഡ് ആണ്. പരീക്ഷയിലെ വിജയത്തിൻ്റെ സന്തോഷവും സ്റ്റഡി സ്ട്രാറ്റജികളും ഒക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. വെൽക്കം ഡിയർ. താങ്ക്സ്. നമുക്ക് ആദ്യമേ തന്നെ പഠനയാത്രകൾ, ഇതുവരെ പഠിച്ചത് എങ്ങനെയാണ്, നെറ്റിൽ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാമോ? ഞാൻ ഇത് നെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി ഇംഗ്ലീഷിലൊരു വീക്കായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഈവൻ ഇഫ് പറയുകയാണെങ്കിൽ തന്നെ 7ാം ക്ലാസ്സിൽ TC വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടുന്ന് സാറ് പ്രത്യേകം പറഞ്ഞത്, എല്ലാ സബ്ജക്റ്റും അബൂബക്കർ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ഫെയിൽഡ് ആണ്, എന്നാലും നമ്മൾ കയറ്റി വിടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് TC വാങ്ങി കയറുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ വിശ്വാസത്തിൽ ഇംഗ്ലീഷ് പാസ്സാകുന്നത് മോഡൽ എക്സാമിനാണ്. SSLC മോഡൽ എക്സാമിനാണ് ഇംഗ്ലീഷ് പാസ്സാകുന്നത്. അതിനുശേഷം പിന്നെ +1 +2 ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് പാസ്സായി വന്നെങ്കിലും +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഞാൻ എൻ്റെ സീനിയർ ആയിട്ടുള്ള സലീം സവാദ് എന്ന് പറയുന്ന ഒരു ഉസ്താദായിരുന്നു. പുള്ളിക്കാരനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പിലൂടെയാണ് പിന്നെ ഇംഗ്ലീഷ് കാര്യങ്ങൾ മനസ്സിലാക്കിയും പിന്നെ ഡിഗ്രിയിലും ഒക്കെ എത്തുന്ന കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് ഒക്കെ എഴുതി വെച്ച് ആദ്യം പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു നമ്മുടെ നെറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കറിയാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റിയിലേക്ക് എത്തിയത് ഇതിലൂടെയാണ്. ഇതാണ് നെറ്റ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനുള്ളത്. നെറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റിൻ്റെ കോച്ചിങ് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ജനറൽ പേപ്പർ I+ നിന്ന് തന്നെയാണ്. അലൻ സാറിൻ്റെ ആ സമയത്ത് ഒരു ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഫസ്റ്റ് ഗൂഗിൾ മീറ്റ് ക്ലാസ് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ദെൻ പിന്നെ ജനറൽ പേപ്പർ മാത്രം പഠിച്ചത് കൊണ്ടായിട്ടില്ല, ഞാൻ സബ്ജക്റ്റിൽ കുറച്ചും കൂടി ഭയങ്കര ബാക്കാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എന്നെ പാരലൽ കോളേജ് പഠിപ്പിച്ച പ്രസൂൺ സാറിൻ്റെ ഒരു കോച്ചിങ് എടുക്കുകയും, അത് കോച്ചിങ് എടുത്തത് B.Ed പഠിക്കുന്ന സമയത്താണ്. പലരും എൻ്റെ ആ സമയത്ത് പറഞ്ഞു, B.Ed തന്നെ ഒരുപാട് വർക്കുകളുണ്ട്, ആ സമയത്ത് നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതും ഈ നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ആ സമയത്ത് ഒരു 4-ാം തീയതിയാണ് വരുന്നത്. അത് പ്രത്യേകം ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കാനുള്ള കാരണം, നമ്മളെ B.Edൻ്റെ ലാസ്റ്റ് ഇയറിലെ നാഷണൽ ട്രിപ്പിൻ്റെ ടൈമായിരുന്നു. എല്ലാവരും നാഷണൽ ട്രിപ്പിന് വേണ്ടി പോയ സമയത്ത് 3-ാം തീയതിയാണ് നാഷണൽ ട്രിപ്പ് പോയത്, 4-ാം തീയതിയാണ് എക്സാം വരുന്നത്. ആ സമയത്ത് ഞാൻ ട്രിപ്പിന് പോയില്ല, നാഷണൽ ട്രിപ്പ് പോയില്ല. നെറ്റ് എന്തായാലും എഴുതണം എന്നുള്ള രൂപത്തിൽ ഇരിക്കുകയും നെറ്റ് എക്സാമിന് എൻ്റെ ഒന്നിച്ചുള്ള വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ പോയി എഴുതുകയും, ഞാൻ ഇവിടെയാണെങ്കിൽ തൊട്ടിപ്പുറത്തെ സിസ്റ്റത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ അന്നത്തെ നെറ്റിൽ ഞാൻ നെറ്റ് ക്രാക്കഡാണ്. അതുകൊണ്ട് ട്രിപ്പ് ഒഴിവാക്കിയത് ലൈഫിൽ നഷ്ടമായിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ പലവട്ടം നെറ്റ് എഴുതിയിട്ടുണ്ട്, ഒരു 6-7 വട്ടം നെറ്റ് എന്തായാലും എഴുതിയിട്ടുണ്ട്. അവിടെയും പിന്നെ നെറ്റ് ഫോക്കസ് ചെയ്തിട്ട് JRF ഫോക്കസ് ചെയ്തിട്ടല്ല എഴുതിയത്. അവിടെ HSSTൻ്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നു. HSSTക്ക് വേണ്ടിയിട്ട് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് തന്നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സാണ് സെലക്ട് ചെയ്തത്. ആ സമയത്താണ് സബ്ജക്റ്റ് നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല ആ സമയത്ത് വേറൊരു സാറിൻ്റെ സപ്പോർട്ട്, ഷമീം സാർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് കൂടി ഒതൻറ്റിക് ആയിട്ടുള്ള കൊമേഴ്സിൻ്റെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചപ്പോൾ കുറച്ചും കൂടി കൊമേഴ്സ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നെറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പോലും ബുക്കിൽ കണ്ടപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടാണല്ലോ ഇവർ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ആ സമയത്ത് ജൂണിലെ എക്സാമിനല്ല, കഴിഞ്ഞ ഡിസംബറിലെ എക്സാമിന് എനിക്ക് 2 മാർക്കിനാണ് JRF നഷ്ടമായത്. അത് JRFൻ്റെ റിസൾട്ട് വരുന്നതിനൊക്കെ മുമ്പ് പലരും കട്ട് ഓഫ് പറഞ്ഞത് എനിക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലുള്ള ഒരു കട്ട് ഓഫ് ആയിരുന്നു. ഭയങ്കര പ്രതീക്ഷ വെച്ചു. ആ പ്രതീക്ഷ വെച്ചപ്പോൾ റിസൾട്ട് കട്ട് ഓഫ് വന്നത് അന്ന് 198 ആയിരുന്നു OBCക്ക്.
എനിക്ക് 196 ആണ് കിട്ടിയത്. ആ 2 മാർക്കിന് എനിക്ക് പോയി. പിന്നെ ജൂണിൽ ഞാൻ എക്സാം എഴുതിയില്ല. HSSTൻ്റെ എക്സാം അടുത്തായത് കൊണ്ട് ആലപ്പുഴ സെൻറ്റർ ഇട്ടുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് എക്സാം എഴുതിയത് ഇപ്പോൾ 2025 ഡിസംബർ സൈക്കിളാണ്. അത് എഴുതുന്ന സമയത്ത് ഏതായാലും സബ്ജക്റ്റ് ഓക്കെ ആണ്, എനിക്ക് ഏകദേശം കംഫർട്ട് ആണെന്ന് തോന്നിയപ്പോൾ ജനറൽ ഒന്നും കൂടി ഒരു പൊടി തട്ടണം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും 2 സ്ഥലത്താണ് I+ൻ്റെ ഓഫ്ലൈൻ മാരത്തോൺ കണ്ടത്. ഞാൻ കയറിപ്പോയി എൻട്രി ചെയ്തത് എറണാകുളം ഓഫ്ലൈൻ മാരത്തോണിലാണ് എൻട്രി ചെയ്തത്. ആ സമയത്താണ് EMRSൻ്റെ എക്സാം തിരുവനന്തപുരം എനിക്ക് സെൻറ്റർ കിട്ടുന്നത്. അപ്പോൾ ഏതായാലും EMRSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് കട്ട് ഓഫ്, ലാംഗ്വേജ് കട്ട് ഓഫ് ഉണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും കൂടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് കട്ട് ഓഫ്. എനിക്ക് ഹിന്ദി ഭയങ്കര ടാസ്ക്കാണ്. ഏതായാലും EMRS കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഏതായാലും പോകുന്നുണ്ട്. അതേ ഡേറ്റിൽ തന്നെയാണ്. അപ്പോൾ അത് ഞായറാഴ്ചയാണ് എനിക്ക് എക്സാം എങ്കിൽ ആ സൺഡേയും സാറ്റർഡേ ആയിരുന്നു ഓഫ്ലൈൻ മാരത്തോൺ തിരുവനന്തപുരം ഉണ്ടായത്. ആ സമയത്ത് 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ച് ചോദിക്കുകയും ഓക്കെ എന്ന് പറയുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഓഫ്ലൈൻ മാരത്തോണിൽ പോവുകയും അവിടെ നിന്ന് അത്യാവശ്യം സബ്ജക്റ്റിൽ വേണ്ട ഒരു പൊടി തട്ടൽ, നന്നായിട്ട് ഒരു റിവിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ റിവിഷൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലോജിക്കൽ റീസണിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വിചാരിച്ചാൽ EMRSൻ്റെ എക്സാമിൻ്റെ സമയത്താണ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ സെഷൻ പോയത്. അപ്പോൾ അത് ടീച്ചർ പറഞ്ഞു, പ്രത്യേകം ടീച്ചറിൻ്റെ പേര് ആതിര ടീച്ചർ പറഞ്ഞു, നീ ഏതായാലും എക്സാമിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഇതാണ് എൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തിരുവനന്തപുരത്തെ നമ്പർ തന്നു. ഞാനാണിത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ നമ്പർ തന്നു. ഞാനത് റെഫർ ചെയ്തപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സാമിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. റെഫർ ചെയ്തപ്പോൾ ഒരു ഏരിയ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ടീച്ചറിന് മെസ്സേജ് ചെയ്തു. ടീച്ചർ ആ മെസ്സേജ് കൃത്യമായിട്ട് എനിക്ക് റീപ്ലൈ ചെയ്തു. അത് കോൺട്രപോസിഷൻ എന്നുള്ള ഏരിയൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി പോയപ്പോൾ നെക്സ്റ്റ് എക്സാമിന് കിടക്കുന്ന അതേ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഒരു 2 മാർക്ക് അവിടെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അതിനുപരി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നെറ്റ് എക്സാമിൻ്റെ അടുത്തൊരു ഡേറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിലെ ഞാൻ ക്ലാസ് ഇൻചാർജ് ആയിട്ടുള്ള കുട്ടികളുടെ ഫൈനൽ ഇയർ കുട്ടികളുടെ ട്രിപ്പ് വരുന്നത്. അപ്പോൾ പരമാവധി ഞാൻ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്കില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2 ജെൻ സ്റ്റാഫാണ് ഉള്ളത്. ആദ്യത്തെ ഒരുത്തെ മറ്റ് ട്രിപ്പിൻ്റെ ടീമിൻ്റെ ഒക്കെ പോയി. ഓട്ടോമാറ്റിക്കലി ഇതെനിക്ക് പോയേ പറ്റൂ എന്നുള്ളത് തോന്നും. അപ്പോൾ അവരൊക്കെ പോകുന്ന സമയത്തും ഞാൻ രാത്രി സമയങ്ങളിൽ എനിക്ക് അറിയുന്ന ഇവർക്ക് വേണ്ടി എനിക്ക് ടാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ടാക്സ്. അത് ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് എടുത്തു കൊടുത്തു. അത് ഒരു ട്രിപ്പിന് പോയിട്ട് ഒരു രാത്രിയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രത്തോളം നമ്മൾ ആക്റ്റീവ് ആവും എവിടെയാണെങ്കിലും. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കുട്ടികൾ, അതിൽ പ്രത്യേക ഒരുത്തൻ്റെ പേര് ഞാൻ എടുത്തു പറയാണ്, ജസീൽ എന്ന് പറഞ്ഞ ഒരു കുട്ടി പ്രത്യേകം പറഞ്ഞു, സാറ് പേടിക്കേ വേണ്ട, സാറിന് ഈ പ്രാവശ്യം എന്തായാലും പാസ്സാവും. എന്ത് എക്സാമാണെന്നൊന്നും പുള്ളിക്ക് അറിയില്ല, എന്തായാലും പാസ്സാവും, സാർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, പാസ്സാവും. അത് റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് വന്ന ഡേറ്റിൽ എന്തോ ഒരു നെറ്റിന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, സർവർ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. രാത്രി കടന്ന് നോക്കാൻ പോയ സമയത്ത് വൈഫ് പറഞ്ഞു കടന്നുറങ്ങി കിട്ടുന്നില്ലല്ലോ, രാവിലെ സമാധാനത്തിന് നോക്കാൻ പറഞ്ഞു. രാവിലെ നോർമലി 4:30 എണീക്കാതെ ഒരുത്തനാണ് അന്ന് നെറ്റി എണീച്ചത് 4:30. അന്ന് 2 വട്ടം സെർച്ച് ചെയ്തപ്പോഴാണ് റിസൾട്ട് വന്ന് കിടക്കുന്നത് JRF കിട്ടിയിട്ടുണ്ട്. ഞാൻ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടി എന്ന് പറഞ്ഞു. യുറേക്ക എന്നൊക്കെ ഒന്ന് പണ്ട് പറഞ്ഞ പോലെ അതേപോലെ ഞാൻ വൈഫിനോട് പറഞ്ഞു, വൈഫ് സമാധാനമായില്ലേ, ഇനി കിടന്നുറങ്ങി കൂടെ, അന്ന് ഉറങ്ങാൻ പറ്റിയില്ല സന്തോഷം കൊണ്ട്. ഇതാണ് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടും. ബട്ട് പലരും വിചാരിക്കുന്നത് എനിക്ക് നെറ്റ് മാത്രമാണ് ആഗ്രഹിക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നു. ബട്ട് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. 3-4 വർഷത്തോളം നീണ്ടൊരു ജേർണി ആയിരുന്നു. അതെ. അതിൽ ഒരുപാട് നാള് എൻ്റെ അടുത്തും ചാറ്റുകളിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തു. എനിക്ക് കാണാൻ പറ്റിയതിൽ ശരിക്കും ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോകുമ്പോൾ സാറിനെ കാണാൻ പറ്റിയതിൽ സന്തോഷം എന്ന് കുട്ടികൾ പറയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയതിൽ സന്തോഷമുള്ള ഒരാളാണ് അബൂബക്കർ. ഞാൻ വിളിച്ചപ്പോഴും അത് പറഞ്ഞിരുന്നു. മാരത്തണ് കണ്ടപ്പോഴൊക്കെ ഒരുപാട് സന്തോഷമായി. കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടോ ഒരു മെസ്സേജോ ആയിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത ആളാണ് അന്ന് ആ കോച്ചിങ് എടുത്ത കാലം മുതൽ. ഒത്തിരി സന്തോഷം. മുന്നോട്ടുള്ള ജേർണിയിലും എല്ലാം നന്മയും ഉണ്ടാവട്ടെ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഈ ജേർണി കേട്ടപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇംഗ്ലീഷ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആളുകൾ പൊതുവെ അതിനെ അങ്ങ് ഒഴിവാക്കി നിർത്താനാണ് ശ്രമിക്കാറ്. പഠിക്കുക പറഞ്ഞാൽ അവരത് എഫേർട്ട് എടുക്കില്ല. പക്ഷെ ഈ JRF ജേർണിയിൽ 3 ചോദ്യങ്ങൾ അല്ലേ, JRF കട്ട് ഓഫിനേക്കാളും 2 ചോദ്യങ്ങളാണ് മുന്നോട്ട് എത്തിയത്. ആ എത്തിയതിൽ റീഡിങ് കോംപ്രിഹെൻഷനിലെ 3 ചോദ്യങ്ങൾ ശരിയാക്കിയത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതെ. എങ്ങനെയാ ഇംഗ്ലീഷ്
ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ സുഹൃത്തുക്കളും ഉസ്താദും ഒക്കെ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിന് പുറമെ അബൂബക്കറായിട്ട് എന്ത് എഫേർട്ടാണ് എടുത്തത്? കാര്യം ഈ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിൽ ഉണ്ടാവും. ഞാൻ നെറ്റിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത്, ഒന്ന് ആദ്യ സമയത്ത് നെറ്റ് എഴുതുന്ന സമയത്ത് നമ്മളെ ഇംഗ്ലീഷ് പേപ്പർ വായിക്കുമായിരുന്നു. ഇംഗ്ലീഷ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ ഏരിയ വായിക്കും. അറിയാതെ വേർഡുകളാണെങ്കിൽ എഴുതി വെക്കും. കൃത്യമായിട്ട് അതിന് എഴുതി വെക്കാൻ എനിക്കൊരു നോട്ട് ഞാൻ ക്ലിയർ ചെയ്തിരുന്നു. അത് എഴുതി വെക്കും. കൃത്യമായിട്ട് അതിൻ്റെ മീനിങ്സ് അവിടെ മനസ്സിലാക്കും. അതിനു പുറമെ യൂട്യൂബിൽ ഒരു ഇംഗ്ലീഷ് ടോക്ക് ഉണ്ടല്ലോ, ആ ടോക്ക് കാണാറുണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു. ആ ലൈഫിൻ്റെ ഒരു കുറച്ചു കാലം അതൊരു ലൈഫിൻ്റെ ഒരു റൊട്ടീനായിട്ട് മാറ്റിയിരുന്നു. ഞാനും ക്ലാസ്സിൽ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. ടെഡ് ടോക്കും എഡിറ്റോറിയലും നിങ്ങളും അത് തന്നെ ചെയ്താൽ മതി എന്നുള്ളതാണ് അബൂബക്കറും പറയുന്നത്. അതെ അതെ. ആ ഒരു 5-6 മാസം കൊണ്ട് തന്നെ ആ ഇമ്പ്രൂവ്മെന്റ് വന്നില്ലേ? അതെ, ഏകദേശം വന്നിട്ടുണ്ട് ഇമ്പ്രൂവ്മെന്റ്. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തോളൂ അല്ലേ? അതെ അതെ അതെ. DIയും മാത്സും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? JRFലേക്ക് എത്തിയതില് അതെങ്ങനെ ഹെൽപ്പ് ചെയ്തു? ലാസ്റ്റ് എനിക്ക് നെറ്റ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് നെറ്റ് JRF നെക്സ്റ്റായി 2 മാർക്കിനാണ്. ജൂണിൽ കഴിഞ്ഞ ഞാൻ മനസ്സിലാക്കിയത് DIൻ്റെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത് അന്ന് 3 എണ്ണത്തിന് മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ. അതും അത്യാവശ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല. ബട്ട് എനിക്ക് എന്തോ എനിക്ക് കിട്ടുന്നുള്ള ഭയങ്കര ആത്മവിശ്വാസത്തിൽ വലിയ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതെനിക്ക് എക്സാം ഹാളിൽ എത്തിയപ്പോൾ അതിൻ്റെ മണ്ടത്തരം എനിക്ക് മനസ്സിലായത്. അത് പിന്നെ ഞാൻ എന്താക്കി, അത് ഇനി വരുന്ന എക്സാമിൽ അത് ഞാൻ കാണിക്കില്ല എന്ന് വിചാരിക്കുകയും, ഈ വരുന്ന നെറ്റ് എക്സാമിൽ നമ്മളെ കൊമേഴ്സിന്റെ അത്യാവശ്യം എല്ലാവർക്കും ടഫാണെന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് എനിക്ക് അതിൽ 5-ൽ 3 റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഫസ്റ്റ് പോയി ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ DI വരിക. അത് കണ്ടപ്പോൾ ഞാനത് തൊടുന്നില്ല. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ടൈം മാറ്റി വെച്ച് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ടുവന്ന് ഒരു സെക്കൻഡ് റൗണ്ട് വരത്തി നമുക്ക് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിട്ടത്. നോർമലി ഞാൻ ആ സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട്. എനിക്കറിയുന്ന മാത്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അറിയുന്ന തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് ആൻസറിലൊക്കെ എത്താൻ കുറച്ച് ടൈം എടുക്കും. ടൈം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എക്സാം ടൈം മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെക്കുകയും കൃത്യമായിട്ട് ഒരു 5-ൽ 3 എന്തായാലും എനിക്ക് മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് DI. അത് തന്നെ നന്നായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്തതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഇന്ത്യൻ ലോജിക്കിൻ്റെ ഒരു ഏരിയ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ടീമിന് വേണ്ടി ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ. അതേ സാധനം ഇത്ര നാളൊരു നെറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത്ര നാളും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് എന്തായിരുന്നു ഫാലസി എന്നാണ് ചോദിച്ചിരുന്നത്. ഇന്ത്യൻ ലോജിക്കിലെ ഹേതുവാസം എന്താണ്. പക്ഷെ ഇപ്രാവശ്യം ഹേതുഭാസ തന്നിട്ട് അതെന്താ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ശരിയാണോ ഇല്ലയോ, ഒരു ഹേതുഭാസയുമായി ബന്ധപ്പെട്ടത് ഇത് കണക്ട് ആണോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് എഴുതാനുണ്ടായി. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റി. അപ്പോൾ നമ്മളെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോരാൾക്ക് ഓരോ മെത്തേഡ് ആയിരിക്കും. എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള മെത്തേഡ് എനിക്കറിയുന്ന ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് മൈൻഡിൽ നിൽക്കും. എല്ലാവരുടെ കാര്യത്തിലും അത് ശരിയാ. പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ അത് അത്ര നന്നായിട്ട് നമ്മൾ അറിയുന്നുണ്ടാവണമല്ലോ ആദ്യം. അതെ അതെ. അപ്പൊ അതൊക്കെയാണ് ഈ ഓരോരോ മാർക്കുകളായിട്ടാണ് ആ JRFൽ എത്തിച്ചത്. അതെ അതെ. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് എന്നാണ് നമ്മളെ കൈസൺ ടെക്നിക്ക്. അത് നമ്മളെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സന്തോഷം. ഇനിയും ഈ പരീക്ഷ തയ്യാറെടുക്കുന്ന കുറെ വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്റർവ്യൂകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ള പ്രധാനമായിട്ട് നെറ്റില് കുറെ തവണ നെറ്റ് കിട്ടി, ഇനിയും JRFലേക്ക് അല്ലെങ്കിൽ JRFലേക്ക് എയിം ചെയ്യുന്നവർ ഫോക്കസ് ചെയ്യേണ്ട 2-3 പോയിന്റുകൾ എന്താ, ഇത്രയും നീണ്ട എക്സ്പീരിയൻസ്? ഒന്നാമത്തത് നമ്മളെ സബ്ജക്റ്റ് നമ്മൾ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പേർട്ട് ആവുക എന്നുള്ളത്. അത് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് കൺസിസ്റ്റൻസി ആയിട്ട് അതിൻ്റെ വേക്കിൽ പോവുക. ചിലർക്ക് 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ എല്ലാ യൂണിറ്റും ഒരുപോലെയല്ല. അതിൽ സോട്ട് അനാലിസിസ് നടത്തുക. ഫസ്റ്റ് എൻ്റെ വീക്ക് ഏരിയ ഏതാണ്, എൻ്റെ സ്ട്രെങ്ത് ഏരിയ ഏതാണ്. സ്ട്രെങ്ത് ഏരിയ ഒരു മാർക്കും ഞാൻ കളയില്ല. ആ രൂപത്തിൽ റിവിഷൻ നടക്കാർക്ക് പൊടി തട്ടിക്കൊണ്ടേയിരിക്കുക. അതേ സമയത്ത് വീക്ക് ഏരിയ ഏതാണോ അതിന് വേണ്ടി നമ്മൾ ഒരു എപ്പോഴും ഫസ്റ്റ് പഠിച്ചു തുടങ്ങുക. അല്ലാതെ നെറ്റ് എക്സാമിൻ്റെ അടുത്ത് വീക്ക് ഏരിയ പഠിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് പറ്റണമെന്നില്ല. അത് ആ സമയത്ത് ഇതിലേക്ക് എത്തിച്ച് നമ്മൾ നന്നായിട്ട് ആ മേഖലയിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. ഈ ഏരിയയിൽ നിന്ന് വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് വേർഡിൽ നിന്ന് ചിലപ്പോൾ പഠിക്കാൻ പറ്റും. നമ്മളിപ്പോൾ സാമ്പിളിംഗ് ടെക്നിക്സ് ഒക്കെ പഠിക്കുമ്പോൾ സ്നോബോൾ സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് മഞ്ഞുമലയൊക്കെയാണ് നമ്മൾ പറയാം. ഉരുട്ടി പോകുമ്പോൾ മഞ്ഞുമല ഇങ്ങനെ വലുതായി വരുന്ന ആ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ നമ്മൾ കണക്ട് ചെയ്താണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇത് മൈൻഡിൽ നിന്ന് മറക്കൂല. അങ്ങനെ ഒരു വേർഡുകളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മളെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മളെ ജീവിതം ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ, വീട്ടിലൊരു സംഭവം നടക്കണമെങ്കിൽ അവിടെ ഫുഡ് കാര്യങ്ങൾ നിലവിൽ എത്തിക്കേണ്ട ഒരു ഗൃഹനാഥൻ എത്തിക്കണം. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചോടെ ഈ വീട് നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതൊരു ബിസിനസ് മേഖലയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം, ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് നമുക്ക് എക്സാമുകൾ കുറച്ചും കൂടി ഹെൽപ്പ് ആവും. ഓക്കെ, ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും നല്ല കോൺസെപ്റ്റുകളാണ്. ഞാനും ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു പോയി. സത്യത്തിൽ അബൂബക്കർ നല്ലൊരു അധ്യാപകൻ എന്നുള്ളത് ഉള്ളിലുണ്ട്. അതാ പറഞ്ഞു തരുമ്പോൾ ഞാനും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് മാറുന്നത് പോലെ ഞാനും ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. കരിയറിലും ഒരുപാട് ശോഭിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. i+ന്റെ ടീമിന്റെ ഭാഗത്തു നിന്നും വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ നന്ദി കൂടി അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.